അപ്പം നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞേ. അപ്പം എന്ന് ഇവൻ ഓരോ പ്രശ്നങ്ങളുമായിട്ടാണ് എൻ്റെ വരവ് കേട്ടോ. ഇന്നലെ പിന്നെ ഇവൻ പേടിപ്പിച്ച് കളഞ്ഞു, ഇന്ന് പിന്നെ ഇവൻ വിഷമിപ്പിച്ച് കളഞ്ഞു. ഐ ലവ് യു. ജാൻസൂട്ടൻ ഓരോ ദിവസം ഓരോ കാര്യങ്ങളുമായിട്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറയാതെ എന്താ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുവുള്ളേ. ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു. ഇന്നൊരു വലിയ സംഭവമാണ് കേട്ടോ. ഈ ആൻസൂടനാണെങ്കിൽ എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വരുവുള്ളേ. ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി, പറയാട്ടോ. അവനോട് ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ സംഭവം എന്നാന്ന് പറയാം. അപ്പോൾ വന്ന് കാപ്പിയൊക്കെ ഇട്ടു. ചേട്ടനാണെങ്കിൽ ചെറിയൊരു തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ബി പി നോക്കിയപ്പോൾ ബി പി ഒക്കെ നോർമലായി. ഇച്ചിരി ബി പി കൂടുതലായിരുന്നു, പക്ഷേ രാവിലെ കൂടുതലായിരുന്നു. ഇപ്പം നോർമലാട്ടോ, 118 നിൽക്കുന്നു, നോ പ്രോബ്ലം. എന്നെക്കാളും താന്നു ചേട്ടൻ്റെ ബി പി. ഇപ്പം ഞങ്ങളാണെങ്കിൽ വൈകുന്നേരത്തെ കാപ്പി ഉണ്ടാക്കി കഴിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു കാപ്പിക്ക് മധുരക്കിഴങ്ങാണ് കേട്ടോ. നിനക്കിഷ്ടമാണോ? അവനിഷ്ടമാണ്. ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത. ഇച്ചിരി കഴിച്ചോ, കുഴപ്പമില്ല. ചേട്ടൻ പേടിച്ചു പോയി. പിന്നെ എന്നാ കഴിക്കാത്ത? അങ്ങനെ കഴിക്കാതാണല്ലോ ഇതെല്ലാം വാങ്ങിയത്. ഇന്നലെ വാങ്ങിച്ച മധുരക്കിഴങ്ങ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, 1.5 കിലോ. ഒത്തിരി വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. സ്വീറ്റ് പൊട്ടറ്റോ. ആൻസിൻ്റെ സംഭവമൊക്കെ ഞങ്ങൾ കാപ്പി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ആൻസ് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. ചേട്ടൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. ഇവിടെ പതിവില്ലാത്തതുപോലെ ഒരു സൈസ് ചക്കരപ്പൊട്ടൻ ഉറുമ്പ് മധുരം കാണുമ്പോഴത്തേക്കും വരും കേട്ടോ. ഇതോ കിടക്കുന്നത് കണ്ടോ, ചക്കരപ്പൊട്ടൻ ഉറുമ്പാണ് കേട്ടോ. അത് സിങ്കിന് വൃത്തിയില്ല എന്നാലും പറയണ്ട കേട്ടോ. ഇപ്പം പാത്രം കഴുകിക്കൊണ്ടിരിക്കണോണ്ടാ. ഇത് എടുത്തേട്ടാ, അങ്ങോട്ട് വെച്ചേടാ. വെള്ളം ചാടി ചേട്ടാ. ഇത് എവിടെ നിന്നാണ് ഈ ചക്കരപ്പട്ടം വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ ഇതിലെല്ലാം ഓടിപ്പാഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം കാണാറുണ്ട്. ഇപ്പം എന്താ ഇത് കണ്ടോ, ഇതോ പോകുന്നു. എന്ത് ചെയ്യും? ഇന്ന് കൂട്ടാനുണ്ടാക്കി വെച്ചിട്ട് ചേട്ടനാ തൊട്ടിട്ടില്ല. ചേട്ടനപ്പോൾ പുട്ടാ കഴിച്ചത്. എടാ ഇതൊന്നും തുറക്കാവോ? ഞാൻ ഒരു സ്ഥിരം ചവിട്ടി വീഴാൻ പോയതാ. അതുകൊണ്ടല്ല, അതെ ഇതുകൊണ്ട്. അതാ ആ കുഞ്ഞ് മേടിച്ചു പോയി. നമ്മുടെ അടുക്കളയുടെ ഒരു ശരീരഘടന ഒരു സൈഡിൽ നിന്നും ഇതുപോലെയൊക്കെ വീഡിയോ എടുത്ത് തരാൻ എനിക്കങ്ങും ആരുമില്ല. എൻ്റെ വീഡിയോ ഞാൻ മൊബൈൽ സ്റ്റാൻഡ് എവിടെയെങ്കിലും വെക്കും, ഫോൺ അതിനകത്ത് ഉറപ്പിച്ച് വെക്കും, എന്നിട്ട് ഞാൻ പോയി വീഡിയോ എടുക്കും. ഇതുപോലെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ പൊളിച്ചേനെ. ചേട്ടാ ഐ ലവ് യു. തിരിച്ചൊന്നും പറയണില്ല. നിനക്കെന്നാ ഇത്ര ചിരി? നീ എന്നെ പറയുക എന്നിട്ട് ചിരിക്കുന്നു. ചേട്ടാ തിരിച്ചു പറയാത്തോണ്ട് ചേട്ടൻ തിരിച്ചു പറയാത്തോണ്ട് ഞാൻ ചമ്മീലേ. ചേട്ടൻ എന്നെ പറയാത്തെ? ഉമ്മയല്ല ഞാൻ ചോദിച്ച, ഐ ലവ് യു എന്ന് ഞാൻ പറഞ്ഞ. പറ ചേട്ടാ, ഐ ലവ് യു. ചേട്ടൻ എന്നെ കൊഞ്ഞനം കുത്തി കാണിക്കണ? ചേട്ടൻ എന്നെ ചേട്ടൻ എന്നെ കൊഞ്ഞനം കുത്തി കാണിക്കണതോ? നീ എന്നടാ അത് വടിച്ചു കളയാഞ്ഞത്? എവിടെ? എൻ്റെ മേത്തേക്ക് ഇട്ടോട്ടെ. നിലത്തേക്ക് ഇട്ട് ചവിട്ടി കൊള്ളടാ ഇറക്കാം. ആ കുഞ്ഞെന്നാ ഇത് നിലത്തുനിന്നെടുത്ത് ഇരുമാത്രം തിന്നാനിരിക്കണേ. ഡാ കുട്ടാപ്പൂ വാ. ഈ കുഞ്ഞാണെങ്കിൽ ചേട്ടൻ്റെ കാൽച്ചോട്ടിൽ നിന്ന് പോകത്തേ ഇല്ല. ചേട്ടൻ അവിടെ ഉണ്ടോ? പൂച്ചക്കുഞ്ഞ് അവിടെ ഉണ്ട്. ചേട്ടൻ വണ്ടിയെന്ന് ഇറങ്ങാനപ്പോഴത്തേക്ക് തുള്ളി ഓടണാണ്ട്. കുട്ടാപ്പൂ ഓ എണീറ്റ് ഒന്ന് കൈ കൊണ്ടൊക്കെ എടുത്താണല്ലോ തിന്നണം. കുട്ടാപ്പൂവേ തുള്ളി കളിക്കും അടുത്തത്. അത് സോപ്പ് പൊട്ടി അതെനിക്ക് ഈ കമ്പി ഇട്ട് വെക്കാൻ ഞാൻ എടുത്ത് വെച്ചേക്കണം. അതോടെ ഇരുന്നോട്ടെ.
ഞാൻ പുതിയ സോപ്പോട്ടി വാങ്ങിയപ്പോഴേ ഇതും പുതിയ സോപ്പോട്ടി ആയിരുന്നു, പക്ഷെ ഇപ്പൊ വാങ്ങിയ സോപ്പോട്ടി സൂപ്പറാ. എന്താ കാര്യം? എന്താ കാര്യം? എന്താ കൈയുടെ ഉള്ളു കാണിച്ചേ? ഭയങ്കരമായിട്ട് നോക്കിയേ, കൈയുടെ ഉള്ളു കാണിച്ചേ. ഓ ഇവൻ തന്നെയാ സമയം കിട്ടത്തുള്ളൂ. എന്ന് വരുമ്പോഴും ഓരോ വിഷയമായിട്ടാണ് വരുന്നത്. ഇതെന്ന് തീരും? എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി ഭൂമിയിൽ, അന്ന് തീരും എൻ്റെ വാസം ഇന്നി ഭൂമിയിൽ. എന്നടാ അറിയാന്നാണ് പാടാം. എന്തോ എനിക്ക് അറിഞ്ഞുകൊണ്ടതാണ്. എൻ്റെ പൊന്നുറുമ്പേ ഇങ്ങനെയൊന്നും നടക്കല്ലേ കേട്ടോ. എനിക്കൊന്നും തിന്നാൻ പോലും പറ്റിയില്ല. മാക്കുവാതൊക്കെയാ മൊത്തം കൊടുത്തേ. ഇനിയിപ്പോൾ കിടന്നുറങ്ങുക. ഭക്ഷണം പോലും വേണമെന്നൊന്നും ഇല്ല, വിശക്കൊന്നുമില്ല. മധുരക്കിഴങ്ങ് നന്നായി കഴിച്ചു. എടാ എൻ്റെ ബാഗിനകത്തുന്നില്ല. എടാ ആ കുപ്പിയും എടുക്കാവോ? എന്നിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം കാണും, അത് കളഞ്ഞിട്ട് ആ കുപ്പിയിൽ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് പോവാ. വെള്ളമെങ്കിലും കുടിക്കട്ടെ. വെള്ളം കുടിക്കാതെ ശരിയാവില്ല. ഞാൻ ഇട്ട ക്യൂട്ടക്സ് ആണ് കോളേജിൽ കൊണ്ടുവച്ചേക്കോ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന കളഞ്ഞെടുത്ത് തരണം. ആ പൂച്ചക്കുഞ്ഞ് നിൻ്റെ ഓരോ കൊഞ്ഞു. എൻ്റെ മൊബൈൽ സ്റ്റാൻഡാണ് ആയിരിക്കുന്നത് കേട്ടോ. ടിക്ടോക്ക് സ്റ്റാൻഡ് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടിക്ടോക്ക് സ്റ്റാൻഡ്. ശരിക്കും മൊബൈൽ സ്റ്റാൻഡല്ലേ ഇത്. ഇങ്ങനെ വീഡിയോയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ പറയാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ വേസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടൂലേ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പം ഞങ്ങളിവിടെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ട് കഞ്ഞിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളിവിടെ കഞ്ഞി കുടിക്കാനായിട്ട് ഇരുന്നപ്പോൾ അവിടെ ഒരുത്തനാണെങ്കിൽ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ കാണട്ടെ, നോക്കട്ടെ. ഓ ആൻസിൻ്റെ കുക്കിംഗ്. ദിസ് ഇസ് ആൻസ് കുക്കിംഗ്. ഓ ഉപ്പിട്ടോടാ. എന്തോരം മാറി ഇട്ട്? ഒരു സ്പൂണാ? അവ കൂടിപ്പോയി കാണും. ഒരു നുള്ളതേ ഇങ്ങനെ എടുക്കാവുള്ളൂ. ഇങ്ങനെ ഇത് അടപ്പേ വെക്കാന്നപ്പോ ചൂടാവൂലായിരുന്നോ? അവൻ എന്നാ പൊട്ടാനായിരുന്നവൻ. ഇത് എന്തൊക്കെ ഇട്ടേക്കുന്നേ? കുരുമുളക് ഉപ്പു അല്ലേ? ആൻസിൻ്റെ കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാം. ആൻസ് ഇന്ന് തന്ന തലവേദന, ഇന്നലെ തന്ന തലവേദന പറഞ്ഞു. ആൻസിൻ്റെ ഇന്നത്തെ തലവേദന ഇവൻ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കും കണ്ടന്റിന് യാതൊരു ക്ഷാമവും ഇല്ല കേട്ടോ. അപ്പോൾ ഏവൻ മുട്ടയൊക്കെ പൊരിക്കട്ടെ, ഞാൻ പോയി കഴിക്കാൻ പോവുക. ഇതെന്നതാ ഇത്? ചുറ്റിക്കണ്ടേ? ശരിക്കും ചുറ്റിക്കാം. നിനക്കെന്നെ എത്ര ചിരി. ആൻസ് കുക്കിംഗ് ഒത്തിരി ചുറ്റിരിക്കല്ലേ. വെളിച്ചെണ്ണ അതിനകത്തേക്ക് ചാടി തീ കളാൻ. ചൂടാവട്ടെടാ. ഇതെന്നെ കാണിക്കണേ? അതിൽ മുട്ട ഒട്ടാനാ? ഒരു ഉറുമ്പ് ജീവനും കൊണ്ട് ഓടണം തീ കത്തിയപ്പം. ആര്? അതെടുത്തില്ല, അതിനകത്ത് കിടക്കുക. ഇപ്പം എടുക്കണ്ട, അതൊക്കെ കഴുകി അങ്ങനെ നോക്കണം. ഏറ്റവും നല്ല ചകിരി കൊണ്ട് ഉണ്ടാക്കണതാ. അങ്ങനെ ഉണ്ടാക്കാം. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഒരാളിരുന്ന് ഭയങ്കര പോളിങ്ങാണ് കേട്ടോ. ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. തെക്കുന്ന് വന്നോ വടക്കുന്ന് വന്നോ എന്ന് പോലും ശ്രദ്ധിക്കണില്ല. ഭയങ്കര പോളിങ്ങാണ്. ഞാൻ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കഴിക്കലും കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നു സുഹൃത്തുക്കളെ. അതാരാ തുമ്മിയാ? പേടിച്ചു പോയി ഞാൻ. ഓർക്കാപ്പുറത്ത് എന്നതാ? ഒക്കെ ഒഴിച്ചോ. ചൂടായടാ. ആ കൈ കൊണ്ട് അടിച്ചു കഴിക്കണം. അതിനകത്ത് മുട്ട ഇരിപ്പുണ്ടല്ലോ. ഇതിപ്പോ പാത്രത്തിനൊന്നും നക്കാൻ പോലും ഇല്ലല്ലോ. നീ എന്നെ അരിപ്പത്തിരിയാണോ ചുട്ടത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. കടലാസ് പോലെ ഇരിക്കണം. രണ്ടെണ്ണം. ഇതിലും വേണം വല്ല പുൾസൈ അടിച്ചാൽ മതിയായിരുന്നു. ഇതെന്നാണ് ഒരുമാതിരി കലക്കവെള്ളം പോലെ ഇരിക്കണേ. നീ മുട്ടക്കകത്ത് നീ വല്ല വെള്ളവും ചേർത്തായിരുന്നോ? എനിക്കൊരു സംശയം.
ഇനിയിപ്പോൾ ഇവൻ്റെ മുട്ട ഏത് പരുവത്തിലാണെന്ന് അറിയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഞാൻ പോയി ചോറിനട്ടെ കേട്ടോ. കാര്യത്തിൽ വല്ല തീരുമാനമായോ? നീ ആ ടെഫ്ലോൺ മൊത്തം പൊളിച്ചെടുക്കുമോ ഈ കണക്കിന്? തടിയുടെ നവി എടുക്കാൻ മേലായിരുന്നോ? ചിക്കി അങ്ങ് പൊരിക്കടാ. ഇനിയിപ്പം വേറെ ഒന്നും നോക്കണ്ട. അപ്പം അതൊക്കെ കുത്തിയെടുത്തിട്ട് കമത്താം കൂടെ. പകുതി ആണേലും നന്നായി. അവിടെ ചിക്കി അങ്ങോട്ട് കില്ലം കിരിക്കടാ അങ്ങോട്ട് വന്നിട്ട്. എന്നിട്ട് പോയി തിന്നടാ. ഇതെന്നാ മുടക്ക് സ്ഥാനോ? നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞേ. അപ്പം എന്ന് ഇവൻ ഓരോ പ്രശ്നങ്ങളുമായിട്ടാണ് എൻ്റെ വരവ് കേട്ടോ. ഇന്നലെ പിന്നെ ഇവൻ പേടിപ്പിച്ച് കളഞ്ഞു. ഇന്ന് പിന്നെ ഇവൻ വിഷമിപ്പിച്ച് കളഞ്ഞു. ഇവനിന്ന് ഡ്രോയിങ് മത്സരത്തിന് കൂടിയില്ലടാ. എന്തായിരുന്നു നീ വരച്ചത്? അല്ല കളർ ഡ്രോയിങ് അല്ല, കളറിങ്. നീ എന്താ വരച്ചത്? കളറിങ്ങാ. ആണോ? എവിടെ വെച്ചായിരുന്നു നടത്തിയത്? കമ്പ്യൂട്ടർ ലാബില്. എന്താ നീ വരച്ച കളർ എന്നായിരുന്നു? പട്ടാളക്കാരെ ഫ്ലാഗ് പിടിച്ചോണ്ടോ? അതാണ് നീ വരച്ചത്? വരച്ചതല്ല, ഏത് ഫ്ലാഗ്? ഇന്ത്യയുടെ ആണോ? എല്ലാ ഫ്ലാഗും കളർ ഇന്ന് വരയ്ക്കാനൊക്കെ അറിയാം. പിന്നെ ഏത് രാജ്യത്തിന്റെ ഫ്ലാഗൊക്കെ കണ്ടറിയാം കേട്ടോ. അപ്പോൾ കളറിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇവൻ്റെ ചെരുപ്പ് അവിടെ ഒന്നുമില്ല. പകരം 2 ഓട്ടച്ചെരുപ്പ് കിടപ്പുണ്ടെന്ന്. കമ്പ്യൂട്ടർ ലാബ് ആയതുകൊണ്ട് ചെരുപ്പൊക്കെ വെളിയിൽ ഊരിയിട്ടിട്ടാണ് ഇവൻ കയറിപ്പോയത്. തിരിച്ചു ഇറങ്ങി വന്നപ്പം ഓട്ടച്ചെരുപ്പ് കാത്ത് കിടപ്പുണ്ട്. അവൻ്റെ ചെരുപ്പ് പുത്തൻ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. അതുകൊണ്ട് 2 പോയി. ഇവനാരും ശിശി. എന്നിട്ട് ആ ഓട്ടച്ചെരുപ്പ് ഇവനിടാനൊന്നും വെറും കാലോട് കൂടി ഇങ്ങനെ നടന്നു പോകുന്നു. ഇല്ലടാ, സങ്കടം തോന്നി ചെരുപ്പ് കാണാൻ വന്നപ്പം. അതിലെല്ലാം തപ്പി കിടന്നു. പക്ഷെ അവിടെ കടന്ന ചെരുപ്പ് സൈസ് പിന്നെ എങ്ങനെ ഇതെടുത്തോണ്ട് പോയി? വലിയ ചെരുപ്പായിരുന്നോ? പിന്നെ അവനത് എങ്ങനെ കുത്തിക്കയറ്റി ഇട്ടോണ്ട് പോയ? ഇതാണ് വെറൈറ്റി ചെരുപ്പുകൾ വാങ്ങണം. ഒരേപോലെ കുറെ പേർക്കുള്ളത് വാങ്ങരുത്. അല്ല, അവിടെ കിടന്ന വേറെ ടൈപ്പ്. അവൻ നിന്റെ കണ്ടുപോയപ്പോ അവനത് ഇഷ്ടപ്പെട്ട അഞ്ചാണല്ലോ. അവനത് ഭാഗമായിരിക്കും. അങ്ങനെ ഇവന്റെ ചെരുപ്പ് കൊണ്ടുപോയി. ഇനിയിപ്പോ അവന് ചെരുപ്പ് വാങ്ങണ്ട. പുതിയ ചെരുപ്പായിരുന്നു. ആ ഒരെണ്ണം അത് കൂട്ട് ഒരെണ്ണം ഉള്ളത് കൊണ്ട് പൊളിഞ്ഞിരിക്കുമല്ലേ അവിടെ. പിന്നെ നീ എന്താ ഇത് വാങ്ങിച്ചത്? അതല്ല, വേറെ ഓർമ്മയില്ലേ? ഓറഞ്ച് ചെരുപ്പ് ഇടൂലാത്ത പെരക്കാത്ത? വല്ലപ്പോഴും ഇടാൻ പാടില്ലേ? നീ ഇനി കാണിക്കണില്ലെന്നുണ്ട്. നല്ല ചെരുപ്പാ അത്. നീ ഇതിനത് വല്ലപ്പോഴും ഇടണം കേട്ടോ. അല്ല പിന്നെ നീ പറഞ്ഞ ഞാൻ പണ്ടൊക്കെ ഞാൻ പറഞ്ഞാണോ നീ കേട്ടോ? ഇഷ്ടമില്ലാത്ത. അത് എന്നെ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു. നീ വലുതായില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് പുതിയ ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഇടുക കൂടെ ഇല്ല. ഓറഞ്ച് എന്നാലും അതൊന്നും ഇട്ടാ തന്നെ നിനക്ക് വല്ലപ്പോഴൊക്കെ ഇടാൻ പാടില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനാണോ ഇടില്ലാത്ത? എന്നാലും വല്ലപ്പോഴും ഇടാൻ പാടില്ല. എന്റെ സന്തോഷത്തിനാ. ഇടൂലേടാ? വല്ലപ്പോഴും ഇടുവോ? പിന്നെ അങ്ങോട്ട് ഇടും. മുറ്റത്തിടാനാണോ ഞാൻ അത്രയും വില കൊടുത്ത് ചെരുപ്പ് വാങ്ങിച്ചു തന്നെ? നഖം വെട്ടിക്കളാ. നഖം വെട്ടിക്കളയടാ. അപ്പൊ ഇതാണ് ഇന്നത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഇവന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാറായി. ഇവന് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാറായി. ഇവന് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊക്കെ ആയി. ഇഷ്ടമില്ലാത്തോണ്ടല്ലോ ഒട്ടിന് വന്നിട്ട് നിനക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ആ ചെരുപ്പ് ആരും ഇടാറില്ലാന്നോ? നീ പോടാ. നീ ചെരുപ്പിങ് എടുത്തോണ്ട് വന്നേ. ഈ ചെരുപ്പ് ആരെങ്കിലും ഇപ്പൊ ഇടാറുണ്ടോ പറയണം കേട്ടോ. നീ എന്താ വെച്ചേക്കണ? അവിടെ കട്ടലിന്റെ അവിടെ ഇരിപ്പുണ്ട്. കിട്ടാടുക്കണം. എന്ത് ഭംഗിയാ പിള്ളേരെ. ഇപ്പൊ ഇവര് ഇടുന്ന ചെരുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനെ തള്ളി ഓടിക്കുമല്ലോ നിങ്ങളെ കൂടി. എടാ ഇങ്ങ അറ്റത്ത് കിടപ്പണ്ട ടേബിളിന്റെ ഇപ്പുറത്ത്. അവന്റെ സാധനം എവിടെയെന്ന് അവന് പോലും അറിയത്തില്ല. എന്നെ ഭംഗിയുള്ള ചെരുപ്പാന്നറിയാവോ? ഇത് കണ്ടോ? വാങ്ങിച്ചിട്ട് ചെറുക്കൻ ഇട്ടിട്ട് കൂടിയില്ല. കണ്ടോ?
ഇങ്ങനത്തെ ചെരുപ്പ് ആമ്പിള്ളേർ ഇടുന്നതാണ് എന്ത് രസമാണ്. നല്ല നല്ല വിലയുള്ള ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത് ജന്മം ചെയ്ത പോകത്തും ഇല്ലാത്ത ചെരുപ്പാണ്. ഇവന് വല്ലപ്പോഴൊക്കെ ഇവന് ഇടാൻ പാടില്ലേ? ഇങ്ങനെ ഇട്ടാടോ ഒന്ന് കാണാനാ. അവനൊക്കെ വലുതായി പോയി. ചേട്ടൻ ഇങ്ങനത്തെ ചെരുപ്പ് ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ്. ചേട്ടൻ ഇടുവോ ഇങ്ങനത്തെ? ഇപ്പിടില്ലാത്ത എന്നാ കാല് വലുതായോടാ നിന്റെ? ഓ ഇവന്റെ കാല് ചെരുപ്പിന് വെളിയിൽ പോയിട്ടാ. ഇതേ ഈ ചെരുപ്പ് പാകമുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടോ പാവപ്പെട്ട വീട്ടിലുണ്ടെങ്കിൽ കൊടുത്തല്ലേ? ഇവൻ ഈ ചെറുക്കിന് ഇട്ടിട്ട് പോലും ഇല്ല ഈ ചെരുപ്പ്. ഇവിടെ എങ്ങാനും ഉണ്ടോടാ? ചെടി ആ പൊടി എടുത്ത് കളാട്ടോ. ആ പാവപ്പെട്ട വീട്ടിലെ പിള്ളേർ ഇവിടെ എടുത്തെങ്ങാനും ഉണ്ടോടാ? ഞാൻ ഇട്ടിട്ടില്ല. പുത്തൻ ചെരുപ്പ് കൊച്ചിന്റെ മൂക്കിൽ നിന്നിട്ടുണ്ടോ? ഓ അങ്ങനെ ഇന്നത്തെ ദിവസത്തേക്കാണ് ഒരു ഉഷാറില്ലാതിരിക്കുന്നത്. ചേട്ടൻ എന്തായാലും പറ. വിഷയം ചെരുപ്പിന്റെ വിഷയമായിരുന്നു. ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ പിന്നെ ഞാൻ രണ്ടും കൂടെ പറയുമ്പോൾ ശരിയാവും. വാക്കുകൾ പശിപ്പോയില്ല. ചേട്ടൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചേട്ടന്റെ ചെരുപ്പ് ആരെങ്കിലും ഇട്ടുകൊണ്ട് പോയ ചരിത്രം ഇല്ല? പള്ളിയിലോ അവിടെ ആ പൊടി നിങ്ങൾ വേണം അച്ഛൻ. മേടിച്ചു കൊണ്ടുവന്നിട്ടു. പിറ്റേ ദിവസം കണ്ടില്ല. ആ ഞാൻ വന്നതാണ്. ചേട്ടൻ വന്നാണ് ചെരുപ്പിട്ട പാട്ട് കൊണ്ടുപോകുന്നത്. ഒന്നില്ല. ഒത്തിരി നാളായോ? ഈ മാക്കുവിന്റെ കൂടെ പണ്ടൊരു പെമ്പട്ടി ഉണ്ടായിരുന്നു. അവള് കണ്ടവരുടെയൊക്കെ പലതും എടുത്തോണ്ട് പോകുമായിരുന്നു. ആരാണ്ട് ഷർട്ട് കടിച്ചു പിടിച്ച് റോട്ടിൽ ഒരു ദിവസം അപ്പുറത്തെ വീട്ടുകാരുടെ ചെരുപ്പ് കടിച്ചു പിടിച്ചെടുത്തു. ഒരു ദിവസം അവരുടെ ഹെഡ്ലൈറ്റ് എല്ലാം കടിച്ചു പറിച്ച് ചെതറി കളഞ്ഞു ആ പെമ്പട്ടി. നല്ല പട്ടിയായിരുന്നു ആ പട്ടിയുടെ കുഞ്ഞ്. മാക്കുവിന്റെ കുഞ്ഞ് ആ പട്ടിക്ക് ചെരുപ്പും അടിച്ചു. എന്റെ ഒരു ചെരുപ്പും കടിച്ചു കീറി കളഞ്ഞിട്ട് അടിച്ചുവാരി കടിച്ചു കീറി. എന്നിട്ട് മാക്കു വന്നിട്ട് മാക്കൂറ്റ് ഒരു ഒറ്റ അട്ടിയാൻ ഇട്ട് കൊടുത്തു. മാക്കൂന്റെ അന്ന് ഞാൻ ബെൽറ്റൊന്നും ഇട്ട് എടുത്തിട്ടില്ല. അവനെ പറമ്പിൽ കിടക്കുന്ന സമയത്താണ്. പതുക്കെ സ്നേഹിച്ചു തുടങ്ങിയ സമയമായിരുന്നു. വന്ന വഴി കാപ്പിപ്പത്തിന് ഒരു ഒറ്റ ഇട്ട് കൊടുത്തിട്ട് മാക്കു ഒരൊറ്റ കരച്ചിലും കരച്ചിലും ഒറ്റ വിടിയിലും വിട്ടു. എന്നിട്ടേ ആദ്യം ഞാൻ കുറെ വഴക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വഴക്ക് പറഞ്ഞു മാക്കും ഇങ്ങനെ റബ്ബറിന്റെ പുറകെ പോയിട്ട് ഇങ്ങനെ നോക്കിയെന്നെ. അത് കഴിഞ്ഞ് അടുത്തേക്ക് വന്ന് ഒറ്റ ഇട്ട് കൊടുത്തിട്ട് പറന്നുപോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 7-7:30 ആയപ്പോഴത്തേക്ക് ഇതിന് ചോറ് കൊടുക്കുന്ന സമയം വന്നപ്പോഴത്തേക്ക് എനിക്കങ്ങ് വിഷമായി കഴിഞ്ഞപ്പോൾ ഇവൻ പെരപ്പുറത്തോ അവിടെ ഉണ്ടെന്ന് ഞാൻ ഓർത്തെ. അല്ല അത് കഴിഞ്ഞപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അനക്കം കണ്ടു. അപ്പം ഞാനടുത്ത് ഇവൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നായിരിക്കും, പോയി കാണില്ലായിരിക്കും എന്ന് ഓർത്തിട്ട് ബാസ്ക്യൂന്ന് വിളിച്ച വഴി കോണിപ്പടിയുടെ അടി പതുങ്ങി നിൽക്കുവായിരുന്നു. കുഞ്ഞ് ഓടി എൻ്റെ അടുത്തേക്ക് അത് കണ്ണൊക്കെ ഇരുന്ന് ഇറങ്ങിയിരുന്നു. അന്ന് ഞാൻ അവന് ബെൽറ്റ് ഇടാൻ ഞാൻ ഓർഡർ കൊടുത്തു. ബെൽറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വാക്കും അതുവരെ വന്ന് ഇറയത്തൊക്കെ കയറി ഇങ്ങനെ കിടക്കും. നമ്മുടെ കൂടെ ഇറയത്ത് കിടക്കും. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കൂടെ വരും, റോട്ടിൽ നിൽക്കും. പിന്നെ വന്ന് അവൻ ഇറയത്ത് കയറി കിടക്കും. എങ്ങും പോകുന്നില്ല. ബെൽറ്റ് കണ്ടുവഴി ഇവിടെ ഒരു ഒറ്റ ഓട്ടം. ബെൽറ്റും ചങ്ങലങ്ങളുടെ ഓൺലൈൻ വരുത്തി എടുത്ത വഴി ഇവന് ഒരു ഒറ്റ വിടിയില്. എന്നിട്ട് ഈ ചവിട്ടി ഇങ്ങനെ അഴിഞ്ഞു പോയ ചവിട്ടിയുടെ വലിയ ചരടുണ്ടായിരുന്നു. അതിന് പോയി ഓടിപ്പോയിട്ട് ഇവന് കഴുതലിട്ട് മുറുക്കിക്കൊണ്ട് തിരിച്ചു വന്നത് ഇവനെ ബെൽറ്റ് അതിന് എന്നും അതെ. ഇവൻ ബെൽറ്റ് ഇവന് ഊരിന്ന് അറിഞ്ഞാൽ ഇവൻ ചാടാനുള്ള ടെൻഡൻസി ഇവൻ അന്ന് മുതലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവന് ബെൽറ്റ് ഇടിച്ചതിന്റെ ഒരു ഇതുകൊണ്ട് അല്ലേ അവനെ സ്നഗി ബെൽറ്റ് ഇടിപ്പിച്ചോണ്ടിരുന്ന ഇങ്ങനെ ചങ്കിന് കെട്ടാൻ കെട്ടില്ലേ കഴുത്തിലെ രോമം പോവാതിരിക്കാൻ ആ ഒരു പാട് അവന്റെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഇപ്പൊ അത് പോയി ആ പാട്. അവന് സ്നഗി ബെൽറ്റ് വെച്ചാ ഏതോ റിച്ചിന്റെ പട്ടിയായിരുന്നു. സ്നഗി ബെൽറ്റ് ആയിരുന്നു. ഞാൻ പട്ടിയാണ് ചങ്ങനെ പൊട്ടിച്ചത്. ഒരു ദിവസം വെള്ളപ്പട്ടി എടുത്തു, പിന്നെ എടുത്തിട്ടില്ല. അടിച്ചോ? കൊടുത്തില്ല ഞാൻ. പിന്നെ എടുത്തിട്ടില്ല. പിന്നെ അതിനെ പോയാൽ അവിടെ പോയി നിന്നാലും ഒന്ന് നോക്കും ഞാൻ എവിടെയാണ്. പക്ഷെ അതിന് ഭയങ്കര അനുസരണം പഠിച്ചിട്ടോ. ഇന്ന് ഞാൻ അഴിച്ചു വിട്ട വഴി അത് നെറ്റിന്റെ അങ്ങോട്ട് പോയി.
അത് കഴിഞ്ഞ് നെറ്റ് തുറന്നു ഓടി വന്ന് കൂട്ടി കയറി. വേറെ ഒന്നുമില്ല. ഭയങ്കര അനുസരണേ ഇപ്പം നമ്മുടെ പട്ടികൾക്ക്. നല്ല രസമുണ്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം. ഞാണെങ്കിൽ അവർക്കും ഒരു അഭയം കൊടുത്തു, ഉച്ചയ്ക്കും ഒരു അഭയം കൊടുത്തു. മാർക്കും ഇറങ്ങിപ്പോയത് രാവിലെ 11 മണിക്കോ തിരിച്ച് 1 മണിക്കോ കൊണ്ടുപോയി. ആക്കും 7 പോയോ? ആ പുറകെ എല്ലാം ഇവരും പോയിട്ടുണ്ട്. ഞാൻ സോളൊക്കെ ചാടി ഞാൻ ഇറങ്ങി തോട്ടിലേക്ക്. ആ ആ കന്നാര ഒരു ദിവസം ആക്കും ഞാൻ വെച്ചിരുന്നതിന് മുമ്പ് ഞങ്ങൾ കരിമണ്ണൂര് നടന്നു പോയപ്പോൾ ഞങ്ങളുടെ പുറകെ വന്നു കറുത്ത പട്ടികളും വരുവാ പുറകെ. തിരിച്ചു പോടാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴും ഇവന്മാർ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ ഇവന്മാർ പുറകെ വരും. വന്നു നിർമ്മല പബ്ലിക്കിന്റെ ആ മോളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പട്ടിക്ക് മനസ്സിലായി ഇവർ വേറെ എങ്ങോട്ട് പോവാന്ന്. തിരിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ല രാത്രി ആയപ്പോഴാണ് അതില് നന്നിട്ട് ഇരുണ്ട് തുടങ്ങിയായിരുന്നു. അതില് തന്നെ ഞങ്ങൾ നടന്നു വീട്ടിൽ ചെന്നപ്പോ പെരപ്പുറത്ത് എന്നിട്ട് മാക്കും എന്നെ പേടിപ്പിക്കുന്നു. എന്തൊക്കെയാണോ ആ പട്ടി എന്നെ പേടിപ്പിച്ചത്. ഞങ്ങളെ കൊണ്ടുപോയില്ല. ഞാൻ കല്ലൊക്കെ വെച്ചറിഞ്ഞെ തിരിച്ചു പോകാൻ വേണ്ടി. പക്ഷെ ആ മാക്കുവിനെ പിന്നെ കണ്ടിട്ടില്ല അല്ലടാ. ബെൽറ്റ് ഇട്ടാ പിന്നെ ആ മാക്ക് വന്നിട്ടേ ഇല്ല. ഇപ്പൊ അവനെ അതേ പഠിച്ചു കയറി. ഇപ്പൊ വാ അവിടെ കയറുന്നു. ആ വരുന്നുണ്ട്. ഇല്ല കയറില്ല. നീ അവിടെ ഇരിക്കേ. ബാ ഇല്ല നീ ഒളിഞ്ഞു നോക്കിയപ്പോ ഭാര്യ പോയി കയറിയാ കുഞ്ഞ്. ആടാ ഇപ്പം പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടില്ല. ഇങ്ങനെ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ചാടില്ല. അത് ഭാര്യക്കാർ കിടക്കാൻ പോയി. അത് ആടാ മോളെ. അപ്പൊ ഞങ്ങളും കിടക്കാൻ പോവാട്ടോ. പൂച്ചക്കുഞ്ഞ് വരെ കിടക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളും കിടക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു. വേറെ വിശേഷമൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീഡിയോ കാണുന്നവർക്കൊക്കെ താങ്ക്സ്. ഈ 2 ദിവസം ഞങ്ങൾ വീട്ടിലുണ്ട്. ചേട്ടന് കൂട്ടായിട്ട് ഞങ്ങൾ വീട്ടിലുണ്ട്. ചേട്ടന് കൂട്ടായിട്ട് വീട്ടിലുണ്ട്. ഇവന് നാളെ SPSCയുടെ എന്തോ പ്രോഗ്രാം തൊടുപുഴ നടക്കുന്നുണ്ട്. അപ്പൊ മങ്ങാട്ടുകോളയിൽ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മങ്ങാട്ടുകോളെ കൊണ്ട് 3:30 രാവിലെ 7 മണിക്ക് എഴുന്നേറ്റോണം. 8 മണിക്ക് ട്യൂഷനുണ്ട്. രാവിലെയാണ് നാളത്തെ ട്യൂഷൻ. 8 മണിക്ക് പോയിട്ട് 9 മണിക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്ക് ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്ക് ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും വിൻഡോസ് ഡ്രീംസ്. ചേട്ടാ ഒരു ബൈ പറ. ബൈ.